ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഒരു അയൽവാസിയുടെ ഈത്തപ്പഴ തോട്ടത്തിലാണുള്ളത്. അപ്പോൾ ഈത്തപ്പഴം അറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ബറായി എന്ന് പറയുന്ന ഈത്തപ്പഴമാണ് ഇത്. കാണില്ലേ? അതിൽ ഇതൊക്കെ പച്ചയാണ്. പക്ഷേ പച്ചക്ക് തിന്നുന്ന പച്ചക്ക് പറഞ്ഞാൽ പിന്നെ പഴുക്കുന്നതിന് മുമ്പ് ടേസ്റ്റുള്ള ഈത്തപ്പഴമാണ്. ഇത് പഴുക്കാതെ തന്നെ മൂട് പഴുത്താണ്. നല്ല രസമാണ് ഈ സാധനം. പഴുക്കാതെ തന്നെ പിന്നെ തിന്നാൻ രസമുള്ള ഈത്തപ്പഴമാണ് ബറായി. അപ്പുറത്ത് എന്താ ടേസ്റ്റ് വരാം. ഇനി മറ്റൊരു സംഭവം കൂടി കാണിച്ചു തരാം. ഈത്തപ്പഴത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത, പരാഗണം നടത്താതെ ഈത്തപ്പഴം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഈത്തപ്പഴത്തിൻ്റെ ആൺമരം വേറെയും പെൺമരം വേറെയുമാണ്. ഇപ്പോൾ നമ്മുടെ തെങ്ങിലൊക്കെ ആണെങ്കിൽ തെങ്ങിൻ്റെ പൂക്കുലയിൽ തന്നെ അതിൻ്റെ മച്ചിങ്ങയും ആൺപൂവും ഒന്നിച്ചുണ്ടാവും. പക്ഷേ ഈത്തപ്പഴത്തിന് ഉണ്ടാവില്ല. ഈത്തപ്പഴത്തിൽ ആൺമരത്തിൽ ആൺപൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ, പെൺമരത്തിൽ പെൺപൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരല്ലിയോ അല്ലെങ്കിൽ പൗഡറോ കൊടുത്ത് വിതറിയാലേ ഈത്തപ്പഴം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പിന്നെ പരാഗണം നടക്കാത്ത ഈത്തപ്പഴം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പരാഗണം നടന്നതും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ കാണുന്നത് കണ്ടില്ലേ? ഇത് ഒരു ഈത്തപ്പഴത്തിൽ 3 ഇതളായിട്ടുള്ളത്. അങ്ങനെ 2 സെറ്റാണ് ഈ കാണുന്നത്. 3, 3, 6 ഇങ്ങനെ 2 or 3 ആയിട്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ ഒറ്റൊന്നും പിടിച്ചിട്ടില്ല. അതായത് ഇതിന് പിന്നെ പരാഗണം നടത്താൻ കൊടുത്തിട്ടില്ല. ഈ പരാഗണം നടക്കുന്നത് പിന്നെ കാറ്റ് വഴിയും അതുപോലെ കിളികൾ വഴിയും പിന്നെ പൂമ്പാറ്റ വഴിയൊക്കെ പരാഗണം നടന്നതാണ് ഓട്ടോമാറ്റിക്കലി നടന്നിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ പഴുത്ത് കാണുന്നത് അല്ലാത്തപ്പോൾ ഈ കാണുന്ന ഒന്നും, അല്ലെങ്കിൽ പൂങ്കുല വെച്ച് കെട്ടിക്കൊടുത്തതാണ് മറ്റുള്ള കൊലകളിലൊക്കെ ഈത്തപ്പഴം കായ്ച്ച് കാണുന്നത്. ഇപ്പോൾ ഇത് പൂങ്കുല കെട്ടിക്കൊടുക്കാത്തതിൻ്റെ കാരണത്താലാണ്. കാരണം ഇത് വൈകിട്ടായിരിക്കും ഇതിൻ്റെ പൂങ്കുല വന്നിട്ടുള്ളത്. ഒരു ഈത്തപ്പഴം വരണ്ട്, അത് സുക്കരി എന്ന് പറഞ്ഞ ഈത്തപ്പഴമാണ്. അത് ശരിക്കും പറഞ്ഞാൽ പച്ച തിന്നാനേ പറ്റില്ല. മൂട് പഴുത്താൽ മാത്രമേ അത് മധുരം ഉണ്ടാവുള്ളൂ. പക്ഷെ സൂപ്പർ മധുരമായിരിക്കും. പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഞ്ഞാലും നല്ല രസമായിട്ടുള്ള ഏറ്റവും മധുരമുള്ള ഈത്തപ്പഴത്തുപ്പെട്ടാണ് സുക്കരി. അങ്ങനെയുള്ള ചെറിയ ഇപ്പം ഇങ്ങനെ കണ്ടപ്പോൾ കയറി വന്നപ്പോൾ അതാവാൻ അറുത്തുകൊണ്ടിരിക്കുകയാണ്. അമറുദ്ദീൻ യു പി സെ അവനാണ് നോക്കുന്നത്, ഈത്തപ്പഴം നോക്കുന്നത്. ഇവൻ്റെ അടുത്ത് ഇവിടെ 10-15 ആടുകളുണ്ട്. ഇതാ ഈ ഈത്തപ്പഴം നിങ്ങൾക്ക് കാണാം. ഇത് സക്കായി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. പക്ഷേ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പച്ച, അതായത് പഴുത്ത് വരുന്ന, ഇപ്പോൾ ഈ മൂട് പഴുക്കുന്നതിന് മുമ്പ് ഇത് തിന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കാറിൽ വരും, ചങ്ക് കിട്ടും. മബ്രൂം എന്ന് പറയുന്ന ഈത്തപ്പഴമാണിത്. പഴുത്ത് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഓരോ ഈത്തപ്പഴത്തിനും ഓരോരോ ടേസ്റ്റാണ്. മബ്രൂം എന്ന് പറഞ്ഞുള്ള ഈത്തപ്പഴം ഇത് പഴുത്തുകൊണ്ടിരിക്കുന്നു. ഇതിന് നന്നായിട്ട് പഴുത്തതാണ് ഈ നിൽക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇങ്ങനെ എടുത്താൽ മാഷാ അല്ലാഹ് എന്താണ് അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇതിങ്ങനെ ആയതേ എടുക്കുള്ളൂ. പക്ഷേ ഈ പച്ചയായിട്ട് ഈ നിൽക്കുന്നത് ഇത് പിന്നെ ചങ്കിൽ കിട്ടും. കാരണം ചവറുപ്പുണ്ടായിരിക്കും. പക്ഷേ ഇത് ശരിക്കും പഴുത്തത് ഇതെടുക്കുള്ളൂ. നമ്മൾ ആദ്യം കണ്ട ഈത്തപ്പഴം പച്ചയിൽ തിന്നാണ്. പക്ഷേ ഇത് പച്ചയിൽ തിന്നാൻ പറ്റില്ല. നല്ല ടേസ്റ്റുള്ള ഈത്തപ്പഴമാണ് മബ്രൂം. കണ്ടില്ലേ? ഇങ്ങനത്തെ 1-2 മഴ. ഇത് ചുവപ്പ് കളറായിരിക്കും. ബറായി എന്ന് പറയുന്ന ഈത്തപ്പഴം. ഇത് പച്ചയാണ്. ഇങ്ങനെ ആയിട്ടുള്ളത് അപാര മധുരമായിരിക്കും ഇത്. അപ്പോൾ ഇതിൽ നന്നായിട്ട് പഴുത്ത ഒരു കൊലയാണ് ഈ കാണുന്നത്. പഴുത്തത് എടുക്കാൻ കുറേ കിളികൾ തിന്നിട്ട് പോയത് കാണാം. ഏതായാലും ഇങ്ങനെ കയറി വന്നപ്പോഴേ കാണിച്ചത് രസമല്ലേ. നമ്മുടെ നാട്ടിൽ കാണാത്തതല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.